ഇന്ന് ഞാൻ നിങ്ങളെ പാചകവും വാചകവും ഒന്നുമല്ല, ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു ടിപ്പ്, എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പ്. അത് നമ്മൾ ചിരിക്കുന്നു അല്ലേ? ചിരി തന്നെ പല വിധമില്ലേ? പുഞ്ചിരിയുണ്ട്, അട്ടഹസിച്ചുള്ള ചിരിയുണ്ട്, കള്ളച്ചിരിയുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള ചിരിയുണ്ട്. അങ്ങനെ എല്ലാ ചിരികളും, ഈ ചിരികൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പല്ല് വെട്ടിത്തിറങ്ങണം അല്ലേ? കുറച്ച് പ്രായമാകുമ്പോൾ എല്ലാവരുടെയും പല്ല് ഒരുമാതിരി മഞ്ഞ നിറമൊക്കെ ആയിട്ട് കുട്ടിക്കാലത്തുണ്ടായ അല്ലെ പിന്നീടുണ്ടായ ആ വെണ്മയെല്ലാം നമുക്ക് നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പല്ല് വെട്ടിത്തിളങ്ങാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നോക്കൂ, വെളിച്ചെണ്ണ, ഇതാ വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ എടുക്കുക, നമ്മുടെ പല്ലിലേക്ക് നല്ലോണം പുരട്ടുക. വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ പല്ലിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഉണ്ടോ? നല്ലതായത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു, എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശിഷ്യ ആയുർവേദ ഡോക്ടർ DMO ആയിട്ട് റിട്ടയർ ചെയ്തു എന്ന്, അവളാണ് എനിക്ക് ഇങ്ങനത്തൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ അന്ന് പല്ല് ഡോക്ടറെ അടുത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പല്ല് ഡോക്ടർ എന്നോട് പറഞ്ഞു, ടീച്ചർ പല്ലെല്ലാം എന്തോ ഒന്ന് ചെയ്യണമെന്ന്. ക്ലീൻ ചെയ്താൽ മതി കുട്ടി. പല്ല് ഡോക്ടർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ പല്ല് ഇങ്ങനെ കുറച്ചൊന്ന് ഇതായിട്ട് ഇരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ടീച്ചർ പല്ല് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ പണ്ടൊരിക്കൽ ഒരു 10-30 വർഷം മുമ്പ് ഒരിക്കൽ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അവർ ഇങ്ങനെ രാഗി ചെയ്യുമ്പോൾ പല്ലിന് ഭയങ്കര പുളിപ്പും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പകുതിയായപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ തരിപ്പിച്ചേച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, തരിപ്പിച്ചേച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തരിപ്പിച്ചേച്ച് ചെയ്തപ്പോൾ ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞു തരിപ്പ് മാറാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡോക്ടർ പല്ല് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മടി കൊണ്ട് ചെയ്തില്ല. അപ്പോഴാണ് എൻ്റെ സ്റ്റുഡൻറ്റിനോട് ഞാൻ ഈ കാര്യം വെറുതെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ അവളാണ് എനിക്ക് പറഞ്ഞു തന്നെ, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത്രയും വേണ്ട, കുറച്ച് ഞാൻ മുമ്പ് എടുത്തല്ലേ, ഇത് മതി. ഇനി ഈ വെളിച്ചെണ്ണ പെരണ്ട് തന്നെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ബ്രഷ് എടുക്കുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒന്നും വേണ്ട. നമ്മുടെ ബ്രഷ് എടുത്തു, പേസ്റ്റ് എടുത്തു. പേസ്റ്റ് ഇതും ആ കുട്ടി പറഞ്ഞെന്നാണ്. സെൻസോഡൻ കെ, സെൻസോഡൈനല്ല, സെൻസോഡൻ കെ. ഇത് മെഡിക്കൽ ഷോപ്പിലേ കിട്ടൂ. സെൻസോഡൻ കെ എടുക്കുക. സെൻസോഡൻ കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേസ്റ്റ്. ഇന്ന പേസ്റ്റ് ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ്. പക്ഷെ ഇത് ഞാൻ നല്ലതായിട്ട് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഈ സെൻസോഡൻ കെയെ കുറിച്ച്, സെൻസോഡൻ കെ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ കഴുകി കളയരുത്.
ഞാൻ രാവിലെ പല്ല് തേച്ചതാണ്, അതുകൊണ്ട് ഞാൻ വിസ്തരിച്ച് തേക്കുന്നില്ല. അത്ഭുതകരമായ മാറ്റം കാണാം നിങ്ങൾക്ക്. ഞാൻ ബാത്റൂമിൽ നിന്നുകൊണ്ടായിട്ട് വലിയ ലൈറ്റിൽ ഒരുപാട് പ്രകാശമില്ലാത്തത് കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ പല്ല് കാണിക്കും. നോക്കൂ, നോക്കൂ, ഇവിടെ എത്ര മാറ്റമുണ്ടെന്ന് നോക്കുക. ഒരു ശകല വഴക്കില്ല കേട്ടോ, ശകല ഇല്ല. എൻ്റെ പല്ല് നിങ്ങളെപ്പോലല്ല, വയസ്സായ പല്ലല്ലേ, എന്നാലും കൂടി നോക്കൂ. ഈ ടിപ്പ് ചെയ്തപ്പോൾ എന്ത് മനോഹരമായിരിക്കും പല്ലെന്ന് നിങ്ങൾ നോക്കൂ. എന്ത് വെണ്മ, മനോഹരം എന്നല്ല, എന്ത് വെണ്മയായിരിക്കുന്നു പല്ലിൻ്റെ. ആ ഒരു വല്ലാത്ത കളർ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറച്ച് പ്രായമാകുമ്പോൾ പല്ലിന്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ക്ലീൻ ചെയ്യാനൊന്നും ഡോക്ടറെ അടുത്ത് പോയി കാശും കളഞ്ഞ് വേദനപ്പെട്ട് കിടക്കണ്ട. ഇതാ ഇത് ചെയ്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, കയ്യിലേക്ക് ഒഴിക്കുക, നല്ല ഭംഗിയായിട്ട് പല്ലിൽ തേച്ച് പിടിപ്പിക്കുക. അത് പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. എന്നിട്ട് ഈ സെൻസോഡൈൻ കെ ആണ് ഞാൻ തേക്കുന്ന പേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേസ്റ്റ് വാങ്ങിച്ച് തേക്കാം. നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് എന്തായാലും മതി. എന്നിട്ട് അതുകൊണ്ട് നല്ലോണം പല്ല് ബ്രഷ് ചെയ്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് വായ കഴുകിയപ്പോൾ നോക്കൂ, എന്താ പല്ല് കേട്ടോ, എന്താ നിങ്ങൾക്ക് തോന്നില്ലേ പല്ലിലൊരു കറയൊന്നുമില്ലെന്ന്? നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. എല്ലാവരും ഇത് ചെയ്യണം, നല്ല വ്യത്യാസം ഉണ്ടാകും. ഡെയിലി നിങ്ങൾ പല്ല് തേക്കുന്നതിന് മുമ്പ് ഒരു പൊട്ട് ഇത്തിരി വെളിച്ചെണ്ണ എടുക്കുക, നല്ലോണം പല്ലിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ബ്രഷും പേസ്റ്റും എടുത്ത് തേച്ച് കളയുക. നന്നായിരിക്കും, പല്ല് വെട്ടി തിളങ്ങും കേട്ടോ. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്കൊരു നഷ്ടമില്ലല്ലോ. നിങ്ങൾ സാധാ ഉപയോഗിക്കുന്ന പേസ്റ്റ് ആയാലും മതി. ഒരു തുള്ളി വെളിച്ചെണ്ണ കുളിക്കാൻ നേരത്തെ, നിങ്ങൾ നേരത്തെ രാവിലെ പല്ല് തേച്ചു എന്നിരിക്കട്ടെ, കുളിക്കാൻ നേരത്തെ ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തു, തലയിൽ തേക്കുന്ന നേരത്തെ നമ്മുടെ പല്ലിലേക്ക് കൂടെ തേച്ച് പിടിപ്പിച്ചു. അതിന് ശേഷം ബ്രഷ് എടുത്ത് പേസ്റ്റും എടുത്ത് പല്ല് തേച്ച് വൃത്തിയാക്കി വയ്ക്കുക. പല്ലാണ് നമ്മുടെ ഭക്ഷണം, വയറാണ് നമ്മുടെ വയറ്റിലെ അസുഖമാണ് നമ്മുടെ ബാക്കി എല്ലാ അസുഖങ്ങൾക്കും കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പല്ല് വൃത്തിയാക്കി വെച്ചെങ്കിൽ മാത്രമേ, പല്ല് വെണ്മയോടുകൂടി വെച്ചെങ്കിൽ മാത്രമേ പല്ല് നമുക്ക് നമ്മുടെ വയറിനുമൊക്കെ ശുദ്ധി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ടിപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. മുഴുവൻ ജനങ്ങൾക്കും പ്രയോജനപ്രദമായ ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാവരും പരീക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിൽക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖവും സൗഖ്യവും നേർന്നുകൊണ്ട് നിങ്ങളുടെ സെൻസിറ്റിവിറ്റീസ് ലോക സമസ്ത സുഖിനോ ഭവന്തു. മാറ്റമില്ലേ പല്ലിന്? നല്ല മാറ്റമില്ലേ? നോക്കൂ.